കഴിഞ്ഞ എപ്പിസോഡിൽ ഫോർട്ട് കൊച്ചിയിലുള്ള ഫോർട്ട് പാരഗണിയിൽ നിന്ന് ഊണ് കഴിക്കണവരെയുള്ള വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന അതേ വഴിയിലൂടെ തിരിച്ചു നടന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, അവിടെ ഒന്ന് കയറാമെന്നാണ് ആദ്യത്തെ പ്ലാൻ. 1503 പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ യൂറോപ്യൻ പള്ളിയാണിത്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള വാസ്കോഡ ഗാമ, അദ്ദേഹം 1524 ഡിസംബർ 24 അന്തരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആദ്യം അടക്കം ചെയ്തത് ഈ പള്ളിയിലായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത്. ഇത് വെറുമൊരു പള്ളി മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ദേശീയ സ്മാരകം കൂടിയാണ്. പുറത്ത് നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് പള്ളിയുടെ അകത്ത് കയറി കുറച്ചു നേരം കാണുകയും അവിടെ ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തു. മ്യൂസിയം പോലുള്ള ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ പെർമിറ്റ് ചെയ്യണ പോലെ വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബിഗ് ബിയിൽ വന്നിട്ട് മമ്മൂട്ടി ഇങ്ങനെ വെടിവെക്കില്ലടി ഒരു സ്ഥാനത്ത് ഒരു സ്റ്റെപ്പ് മുമ്പ് ഇറങ്ങിയിട്ട് ബിഗ് ബിയിൽ മമ്മൂട്ടിനെ വിടുന്നത്. ബിലാൽ ജോൺ കുരിശിങ്കൽ പണ്ട് കൂട്ടുകാരുടെ ഒപ്പം വന്നപ്പോഴേ ഞങ്ങൾ ആ പടിയുമലൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അന്നിവിടെ ഒരു നീല പെയിൻ്റ് ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി നല്ലൊരു ആർട്ട് വർക്കൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ബിഗ് ബിയിലത്തെ വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയുടെ അവിടെ നിന്ന് അധികം ദൂരമില്ല ഈ ഭാഗത്തോട്ടൊന്നും. ഇവിടെ തന്നെയാണ് ഫേമസ് ആയിട്ടുള്ള രസോ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റ് കൂടിയുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ ഇതുപോലെ ഒരുപാട് പുതിയ നല്ല റെസ്റ്റോറൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം ഫോർട്ട് പാരഗണായിരുന്നു. ഇനി അടുത്ത തവണയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റുകളും പിന്നെ ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകളൊക്കെ ഉണ്ട്, അതും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എല്ലാം ഇപ്പോൾ ധൃതി പിടിച്ച് ഇത്തവണ തന്നെ തീർക്കണമെന്നില്ല. ഭക്ഷണമായാലും കാഴ്ചകളായാലും കുറച്ച് അടുത്ത തവണത്തെ വരവിനായിട്ട് ബാക്കി വയ്ക്കണമല്ലോ. (2015) ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രീജിൻ്റെയും ശ്രീകാന്തിൻ്റെയും കൂടെയാണ് ആദ്യമായിട്ട് കാശി ആർട്ട് കഫേയിൽ വരുന്നത്. അന്ന് മുതൽ ഇതുവരെ ഫോർട്ട് കൊച്ചിയിൽ എപ്പോൾ വന്നാലും ഇവിടെ വിസിറ്റ് ചെയ്യാണ്ട് പോകാറില്ല. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1997 കാശി ആർട്ട് കഫേ സ്റ്റാർട്ട് ചെയ്യണേ. ഇവിടുത്തെ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ, അടിപൊളിയാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. കുറച്ച് നേരമായി ഞങ്ങളിപ്പോൾ നടക്കണു. അമ്മയ്ക്കാണെങ്കിൽ നല്ല ദാഹമുണ്ട്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുടിക്കുകയും കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കുകയും ഒക്കെ ആവാലോ. മെനു, ഇവിടുത്തെ മെനു എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ സ്റ്റൈൽ മെനു ആണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നല്ല വിലയുണ്ട്. രണ്ടാളും ഗെയിം കളിച്ചോണ്ടിരിക്കുക. നിങ്ങളും കണക്കന്നെ മരോളം കണക്കന്നെ. ഇവിടെ വന്നാൽ ഞാൻ സ്ഥിരം ഓർഡർ ചെയ്യണത് ഈ ഒരു ഐറ്റമാണ്, ടൊമാറ്റോ ചീസ് ഓംലെറ്റ് വിത്ത് ടോസ്റ്റഡ് വീറ്റ് ബ്രെഡ്. ഈ ചീസ് ഓംലെറ്റിൻ്റെ കൂടെ 2 വാട്ടർമെലൻ്റെ പീസും 2 ആപ്പിൾ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടോസ്റ്റഡ് വീറ്റ് ബ്രെഡ്. ഇതൊരു യൂറോപ്യൻ സ്റ്റൈല് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ദീപുവിന് ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ആപ്പിൾ കഷ്ണങ്ങൾ 2ഉം അമ്മ ബുക്ക് ചെയ്തു. ഇത് കഴിക്കാനേ ദീപു വളരെ എക്സൈറ്റഡ് ആണ്. നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓംലെറ്റും അതിൻ്റെ ഉള്ളിൽ നിറയെ ചീസും ടൊമാറ്റോയുടെ ഒരു പുളിയും ഒക്കെ കൂടിയായിട്ട് ദീപുവിന് വളരെ ഇഷ്ടമായി. വലിയ ക്ലാസ്സില്ല ദീപം. ദീപുവിന് ലെമണൈഡ് ആണെങ്കിൽ ഞാനൊരു വാട്ടർമെലൺ ഐസ് ടീ ആണ് പറഞ്ഞത്.
അടിപൊളി. സത്യം പറയാലോ, തൊട്ടപ്പുറത്തെ ടേബിളിൽ ലെമണൈഡ് ഓർഡർ ചെയ്യണ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഈ ലെമണൈഡ്. ഭയങ്കര സ്ട്രോങ് ആട്ടാ. അമ്മ ഇത് ആദ്യമായിട്ടാണ് ഐസ് ടീ ഒക്കെ കുടിക്കണേ. ദീപുവിനും അതങ്ങോട്ട് വലിയ താല്പര്യമായില്ല. എന്താ ഇഷ്ടമല്ലേ? താങ്ക്സ്. അടിപൊളിയല്ലേ ദീപു? കാശി ആർട്ട് കഫേയിൽ വന്നാലേ ഇവിടെ ഒരു സിഗ്നേച്ചർ ചോക്ലേറ്റ് കേക്ക് ഉണ്ട്. അത് എന്തായാലും കഴിക്കേണ്ട ഒരു ഐറ്റമാണ്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ അത് അവൈലബിൾ അല്ല. അങ്ങനെ കാശി ആർട്ട് കഫേ എന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് ഈ ഒരു ബിൽഡിംഗ് ഞങ്ങൾ കണ്ടത്. പേര് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സ്കൂളാണെന്നുള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് ഒരു വെയർ ഹൗസ് ആയിരുന്നു എന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത്. എന്തൊരു ഭംഗിയുള്ള സ്കൂളല്ലേ. എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള, എന്നാൽ ആ പഴമയുടെ പ്രൗഢിയും ആഢ്യത്വവും ഭംഗിയും ഒക്കെ അതുപോലെ നിലനിർത്തിയിട്ടുള്ള ഒരു സ്കൂൾ. ദ ഡെൽറ്റ സ്റ്റഡി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അമ്മ ചോദിക്കായിരുന്നേ, ഇനിയും കുറേ നടക്കാനുണ്ടോ മോനേന്ന്. അതിൻ്റെ അർത്ഥം എത്രയും പെട്ടെന്ന് ഓട്ടോ പിടിച്ചോളാനാണ്. ഇവിടുത്തെ മിക്ക ഓട്ടോക്കാരും പാക്കേജായിട്ട് ഓടുന്നവരാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലുള്ള എല്ലാ സ്പോട്ടിലേക്കും ഇവർ നമ്മളെ കൊണ്ടുപോകും. റേറ്റ് നെഗോഷ്യബിളാണ്. ഞങ്ങൾ 1-2 സ്പോട്ടിലേക്കും കൂടി പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം പോയത് മട്ടാഞ്ചേരി പാലസ് കാണാനാണ്. മട്ടാഞ്ചേരി പാലസ് പോർച്ചുഗീസുകാർ രാജാവിന് സമ്മാനമായിട്ട് നൽകിയതാണ്. അതിന് പുറകിൽ കുറേ ചരിത്രമൊക്കെ ഉണ്ട്. പിന്നീട് ഡച്ചുകാരിത് പുതുക്കി പണിതുകൊണ്ടാണ് ഇതിന് ഡച്ച് പാലസ് എന്ന് പേര് വന്നത്. പാലസിൻ്റെ ഉള്ളിൽ ഷൂട്ടിംഗ് അലൗഡല്ല. അതുകൊണ്ട് തന്നെ പുറത്തും കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഇതിന് തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അത് കൊച്ചി രാജവംശത്തിൻ്റെ പരദേവതയായിട്ടുള്ള പഴയന്നൂർ ഭഗവതിയുടെ ക്ഷേത്രമാണ്. മുമ്പ് കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂർ മലപ്പുറം അതിർത്തിയിലുള്ള വന്നേരിയും പെരുമ്പടപ്പൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് സാമൂതിരിയുടെ ആക്രമണമായെന്നാണ് ഇവർ കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റിയത്. അങ്ങനെ ആസ്ഥാനം മാറ്റണ കൂട്ടത്തിൽ പരദേവതയായിട്ടുള്ള പഴയന്നൂർ ഭഗവതിക്ക് വേണ്ടി ഒരു അമ്പലവും പണിതു. പിന്നെ പാലസിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അകത്ത് നല്ല മനോഹരമായിട്ടുള്ള മ്യൂറൽസും രാജാക്കന്മാരുടെ ചിത്രങ്ങളും ആയുധങ്ങൾ, പല്ലക്ക്, അങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ. പാലസ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ജൂതത്തെരുവ് കാണാൻ പോയിരുന്നു. അപ്പോഴാണ് ഗ്യാൻശാലോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കണ്ടത്. ഹീബ്രു ഭാഷയിൽ സമാധാനത്തിൻ്റെ പൂന്തോട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പണ്ട് കാലത്ത് കൊച്ചിയിൽ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നല്ലോ. പിന്നീട് അവരിൽ പലരും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അക്കാലത്ത് അവരടക്കം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ശ്മശാനാണിത്. കയ്യേറ്റങ്ങളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ശ്മശാനം കുറേ കാലമായിട്ട് പൂട്ടിക്കെടുക്കുകയാണെന്നാണ് അറിഞ്ഞത്. പൂട്ടിയ ഈ ഗേറ്റിൻ്റെ അകത്ത് കൊച്ചിയുടെ ഒരു പഴയകാല ചരിത്രം തന്നെ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെന്ന് പറയാം. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ജൂതത്തെരുവിലേക്കുള്ള യാത്ര തുടർന്നു. ആദ്യം പോയത് പെർഫ്യൂം ഫാക്ടറിക്കാണ്. നമ്മുടെ ഓട്ടോ ചേട്ടനായിട്ടുള്ള അൻവറിക്കാണ് ഈ ഒരു സ്പോട്ട് പറഞ്ഞു തന്നത്. പെർഫ്യൂം ഫാക്ടറി എന്നൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു പിക്ചറാണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊരു ഷോപ്പ് പോലെയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ പെർഫ്യൂമും ഏറ്റവും വലിയ ചന്ദനത്തിരിയുള്ളത്. burning time more than 1 month തന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് 69 feet ആണ്. ഇതൊക്കെയാണ് റോ മെറ്റീരിയൽസ് ചന്ദനത്തിനും പെർഫ്യൂം ഓൾസ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്. പിന്നെ അതാണ് വേൾഡ് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടൽ. പെർഫ്യൂംസ് ഒക്കെ ഫ്രീ ഫ്രം ആൽക്കഹോൾ ആണ്. അതുകൊണ്ട് ജസ്റ്റ് 2 സ്പ്രേ മതി. 24 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ യൂഷ്വലി ഒരു പെർഫ്യൂം മേടിക്കാൻ 80% ഓഫ് ആൽക്കഹോളും 20% പ്യൂർ ഓയിൽസ് തന്നത്. പക്ഷെ നമ്മളുടെ ആണെങ്കിൽ 100% പ്യൂർ ഓയിൽസ് ആയിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് 2 സ്പ്രേ മതി. ഇതെന്താ സംഭവം? അതാണ് സ്റ്റീം ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പെർഫ്യൂം ഓയിൽസ് ട്രഡീഷണൽ വേ ആണ് യൂസ് ചെയ്യണത്. സംഗതി ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേ ഇത് ഒഫീഷ്യൽ റെക്കോർഡ്സിലൊന്നും വന്നിട്ടില്ല. ഈ ഷോപ്പിലുള്ളവർ അവകാശപ്പെടുന്നതാണ്. അവർ പറയണത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഏറ്റവും വലിയ ചന്ദനത്തിരിയാണ് ഇവിടെ ഉള്ളതെന്നാണ്.
എന്തൊക്കെയായാലും ഇത് കാണാൻ നല്ല കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള കുപ്പിയിലുള്ള ഒരുപാട് പെർഫ്യൂംസൊക്കെ ഉണ്ട്. അതുപോലെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ചന്ദനത്തിരികളുണ്ട്. ഇവിടുന്ന് കുറച്ച് ചന്ദനത്തിരിയൊക്കെ ഞങ്ങൾ വാങ്ങി. എല്ലാം കൂടി വാങ്ങാനുള്ള ബഡ്ജറ്റില്ല. അതുകൊണ്ട് പെർഫ്യൂമൊക്കെ വാങ്ങൽ പിന്നീട് ഒരിക്കലും ആവട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ദീപു നല്ല തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് സുഖിച്ചങ്ങനെ നിൽക്കുകയായിരുന്നു. പെർഫ്യൂം ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയതും അൻവർക്ക ഞങ്ങളെ മാടി വിളിച്ചു. അപ്പോഴാണ് ആ ബോർഡ് കണ്ടത്, പോലീസ് മ്യൂസിയം. ഇത് കണ്ടിട്ട് നേരെ പോവാം. ആ നേരെയാണ് ജൂത ചർച്ച് സ്ട്രീറ്റ്. അപ്പൊ അതൊക്കെ കവർ ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരാം. വണ്ടി നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഷൂട്ട് ചെയ്യാലോ അല്ലേ? ഇത് ഷൂട്ട് ചെയ്യാം. ഇത് പോലീസ് മ്യൂസിയം കയറി കണ്ടിട്ട് പോവാം. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി യാത്രയിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്പോട്ടാണ് പോലീസ് മ്യൂസിയം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനും മ്യൂസിയവും ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണേ. പണ്ട് തിരുവിതാംകൂർ രാജഭരണകാലം മുതലുള്ള പോലീസിൻ്റെ പരിണാമവും പല രീതിയിലുള്ള യൂണിഫോമുകൾ മാറിയതും ഒക്കെ രസമായിട്ട് നമുക്കിവിടെ നിന്ന് കാണാനും മനസ്സിലാക്കാനും പറ്റും. ഇനി ഇത് കൂടാണ്ട് അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ്, ഫോറൻസിക് രേഖകൾ, കൈവിരലടയാളങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഓരോന്ന് തിരിച്ചറിയണേ, ചില കേസുകൾ തെളിയിച്ച രസകരമായിട്ടുള്ള വാർത്താശകലങ്ങൾ, അതുപോലെ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള ആയുധങ്ങൾ, വനിതാ പോലീസിൻ്റെ യൂണിഫോമിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെ കുറേ രസകരമായ കാര്യങ്ങൾ, കുറേ ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കാണുന്നത് തന്നെയാണ് നല്ലത്. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഉള്ളിലൊക്കെ ചിലവഴിച്ചിട്ട് പിന്നെ നേരെ ജൂതത്തെരുവ് കാണാനായിട്ട് ഇറങ്ങി. ഞങ്ങൾ കണ്ട് തിരിച്ചു വരുന്നവരെ അൻവർക്കിവിടെ വെയിറ്റ് ചെയ്യാന്നാണ് പറയണത്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ട്രിപ്പിൽ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ജൂതത്തെരുവ്. 1524 കൊച്ചി രാജാവ് ജൂതന്മാർക്ക് അഭയം കൊടുത്തതോടെയാണ് ഈ ഒരു ജൂതത്തെരുവ് രൂപപ്പെട്ടതെന്നാണ് ചരിത്രം. ഈ തെരുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ആൻറ്റിക് ഷോപ്പുകളാണ്. പഴയകാലത്ത് ഓർമ്മിപ്പിക്കുന്ന നിരവധി വസ്തുക്കൾ ഇവിടെ കാണാം. ആൻറ്റിക്സിൻ്റെ കളക്ഷനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്പോട്ടാണ് ജൂതത്തെരുവ്. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ജൂ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് പോസ്റ്റ് കാർഡിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെ കണ്ടത്. ദ ഓൾഡ് ടൗൺ പ്രസ് പോസ്റ്റ് കാർഡ് എന്നാണ് ഈ ഒരു സംരംഭത്തിൻ്റെ പേര്. ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് പോലെയാണ് ഇവർ പോസ്റ്റ് കാർഡിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കണത്. ഇതിൽ കൂടെ പോണ ഒരുവിധം എല്ലാവരും ഇത് പ്രിൻ്റ് ചെയ്ത് വാങ്ങുന്നുണ്ട്. സംഗതി കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും ഒരെണ്ണം പ്രിൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ ആൻറ്റിക്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു പോസ്റ്റ് കാർഡ് കയ്യിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അമ്മയും ദീപുവാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളും ചരിത്രവും അങ്ങനെ പെട്ടെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇനി തിരിച്ചു പോകേണ്ട സമയമായി. ഇപ്പോൾ വിട്ടാലേ രാത്രി വളരെ വൈകുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റുള്ളേ. വളരെ സ്നേഹമുള്ള ഒരാളാണ് നമ്മുടെ ഓട്ടോ ചേട്ടൻ അൻവർക്ക. ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്തു. അൻവർക്കോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ കയറാനായിട്ട് പോവാണ്. ഫോർട്ട് കൊച്ചിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഒരു സാധാരണ വാട്ടർ മെട്രോ സ്റ്റേഷൻ പോലെയാണ് തോന്നിയത്. പക്ഷേ മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ അടിപൊളിയാണ്. ആ ഒരു പാരമ്പര്യവും ട്രഡീഷനൊക്കെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ. മാത്രമല്ല ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കണത്. എല്ലാം കൊണ്ടും മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഓരോ അരമണിക്കൂറിലും ഇവിടുന്ന് ഹൈക്കോർട്ടിൻ്റെ അവിടേക്ക് വാട്ടർ മെട്രോ സർവീസ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു
ഞങ്ങളുടെ 2 ദിവസം നീണ്ടു നിൽക്കണ ഈ ഒരു കൊച്ചി യാത്ര. ഇനിയും ഒരുപാട് കാഴ്ചകൾ കൊച്ചിയിൽ കാണാനുണ്ട്, കഥകൾ ഒരുപാട് പറയാനുണ്ട്. എന്നിരുന്നാലും ഞങ്ങളുടെ കൊച്ചി സീരീസ് അവസാനത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവാണ്. ഈ ഒരു സീരീസിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.